all, this is my 7th day of workout and I must say that it's going pretty well. ഞാൻ ഒരേ type of exercises അല്ല കേട്ടോ എല്ലാ ദിവസവും ചെയ്യുന്നത്. I do a little bit different things also because അല്ലെങ്കിൽ നമുക്കൊരു ബോർ അടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. So I go for different exercises challenging my body, but ഒരുപാട് ചാലഞ്ച് ചെയ്യുന്നില്ല ബിക്കോസ് എനിക്ക് ഇപ്പൊ തന്നെ ഏക്സ് ആൻഡ് പെയിൻസ് കൂടുതലാണ്. ചാലഞ്ച് കൂടും തോറും ഏക്സ് ആൻഡ് പെയിൻസ് കൂടി വരും എന്ന് എനിക്കറിയാം. സോ ലിറ്റിൽ ചാലഞ്ചസ് ഒക്കെ ബോഡിക്ക് കൊടുത്ത് എന്നാൽ ഓവർ സ്ട്രെസ് കൊടുക്കാണ്ട് വർക്ക്ഔട്ട് ഹാസ് ബീൻ ഗോയിങ് സ്മൂത്ത്ലി. പൊതുവേ എനിക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് മാത്രമല്ല എന്റെ ഇതേ സ്ട്രക്ചറുള്ള ആൾക്കാർക്ക് കിട്ടാറുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. മെലിഞ്ഞിരിക്കുകയാണല്ലോ, ഇനി എന്തിനാ വർക്ക്ഔട്ട് ചെയ്യുന്നത്, ഇനിയും മെലിയണോ, അല്ലെങ്കിലേ ഒന്നും കഴിക്കാത്ത വീട്ടിലെ പോലെയാണ് ഇരിക്കുന്നതെന്ന്. പണ്ട് ഞാനും എങ്ങനെയാണോ വിചാരിച്ചത്, ശരിയാണ് മെലിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് എക്സസൈസിന്റെ ഒന്നും ആവശ്യമില്ല എന്ന്. പക്ഷെ ആസ് ഐ ഗ്രൂ അപ്പ് ഐ റിയലൈസ് ദാറ്റ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് നമ്മൾ ഡെയിലി എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് എക്സസൈസ് ചെയ്ത് നമ്മുടെ ബോഡി ഹെൽത്തി ആൻഡ് ഫിറ്റ് ആയിട്ട് വെക്കണം എന്നുള്ളത്. നമ്മുടെ ബോഡി വെയ്റ്റ് അല്ലെങ്കിൽ ബോഡി ഷേപ്പ് അനുസരിച്ചല്ല കേട്ടോ എക്സസൈസ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മുടെ ബോഡിക്ക് കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മെലിഞ്ഞിരിക്കുന്നവരോ തടിച്ചിരിക്കുന്നവരോ അങ്ങനെ ഒന്നുമില്ല, എക്സസൈസ് എല്ലാവരും ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടും നല്ല കാര്യമാണ്. ആൻഡ് എക്സസൈസ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല കേട്ടോ നോക്കുന്നത്, നമ്മുടെ മെന്റൽ വെൽബീയിങ്ങിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് സ്ട്രെസ്, നമ്മുടെ മൂഡ് സ്വിങ്സ് കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും, നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാനും എല്ലാത്തിനും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ആൻഡ് മെയിൻലി എനിക്ക് ഫീൽ ചെയ്തത് എന്റെ സ്ലീപ്പ് പാറ്റേൺ ഭയങ്കര ഇറഗുലർ ആയിരുന്നു. അപ്പൊ അത് കറക്റ്റ് ആക്കാൻ വേണ്ടി എനിക്ക് എക്സസൈസ് ഹെൽപ്പ് ചെയ്തതായിട്ട് ഫീൽ ചെയ്തു. ഇൻ ഷോർട്ട്, ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ഇംപ്രൂവ് യുവർ ക്വാളിറ്റി ഓഫ് ലൈഫ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. And I hope you enjoyed the video. And ഇത് നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയിട്ടും യൂസ്ഫുൾ ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ don't forget to save this and share it to that friend of yours whom you think should start working out. Bye bye.